സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ആര് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും, ആര് നീ വിജയിച്ചു എന്ന് പറഞ്ഞാലും, നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യബ്ന ആദമ ലാ തഅമൻ മക്രി, എന്റെ ശിക്ഷയിൽ നിന്ന് നീ നിർഭയനാവുകയില്ല, രക്ഷപ്പെട്ടു എന്ന് നീ ഉറപ്പിക്കണ്ട. ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, നിന്റെ രണ്ട് കാലുകളും സ്വർഗത്തിലെത്തുന്നത് വരെ അല്ലാഹുവിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുറപ്പിക്കണ്ട. രണ്ട് കാലും സ്വർഗത്തിലെത്തിയെങ്കിൽ നിനക്കുറപ്പിക്കാവുന്നതാണ്, അതിന്റെ മുൻപ് രക്ഷപ്പെട്ടു എന്നുറപ്പിക്കണ്ട. ആ ഒരു ചിന്ത എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം, നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും വേണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട്, ഹബീബായ റസൂലുള്ളാഹ്, നേരത്തെ സ്വാഗതം പറഞ്ഞ ഉസ്താദ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? പാതിരാക്കൈനേറ്റ് നിസ്കരിക്കുന്ന മുത്തുനബി, അഫലാ കൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ളവനാവണ്ടേ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹം എനിക്ക് ചെയ്തതിനാൽ, ഏറ്റവും വലിയ സ്ഥാനം എനിക്ക് നൽകിയതിനാൽ, ഏറ്റവും വലിയ പവർ എനിക്ക് നൽകിയതിനാൽ, ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുന്നവൻ ഞാനാവണ്ടയോ? അതുകൊണ്ട് എത്ര കണ്ട് അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നു, അത്ര കണ്ട് കൂടുതൽ ശുക്റുകൾ ചെയ്യണം. നമ്മുടെ ഉപ്പമാര് നമ്മെപ്പോലെ സുഖിച്ചിട്ടില്ല, നമ്മുടെ പൂർവീകര് നമ്മളെപ്പോലെ സുഖിച്ചിട്ടില്ല, അവര് നമ്മൾ കഴിക്കും പോലെ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, അവര് നമ്മൾ സുഖിച്ച പോലെ നല്ല വീടുകളിൽ സുഖിച്ചിട്ടില്ല, അവര് നമ്മളെപ്പോലെ വാഹനത്തിൽ സുഖമനുഭവിച്ചവരല്ല, അവര് നമ്മെ പോലെ അല്ലാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചവരല്ല. അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ നാം സുഖിച്ചതിനാൽ, റബ്ബിന്റെ നിഅമത്ത് അനുഭവിച്ചതിനാൽ, അവരെക്കാൾ കൂടുതൽ നാം നിഅമത്തിന് ശുക്ർ ചെയ്യണം. ബഹുമാനപ്പെട്ട വാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, ആ കാലത്ത് 1000 ദിക്റാണ് ഓരോ ദിക്ർ ഹൽഖയിലും ചൊല്ലാൻ നിർദ്ദേശിച്ചതെങ്കിൽ, അത് ആ കാലഘട്ടത്തിലുള്ള ആളുകളോടാണ്. നമ്മുടെ ബാധ്യത തീരാൻ ഇന്ന് 1000 ദിക്ർ പോരാ, 1000 സ്വലാത്ത് പോരാ. കാരണം അവരെക്കാൾ എത്രയോ നമ്മൾ സുഖിച്ചവരാണ്, സുഖിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ നന്ദി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഞാൻ ഓർത്തു പോകുന്നു, ആരാണ് ഇന്ന് ദിക്ർ ചെല്ലുന്നത്? 1000 ദിക്ർ ചെല്ലുമ്പോഴേക്ക് പലർക്കും ക്ഷീണമാണ്, പലർക്കും മടുപ്പാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും
വൈകുന്നേരവും നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലണം. എന്തേ? ഹുവല്ലദീ യുസല്ലി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. വമലായികതുഹു, അവന്റെ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, നിങ്ങളെ ഇരുളുകളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല, വകാനല്ലാഹു ബിക്കും റഹീമാ, അല്ലാഹ് നിങ്ങളോട് എത്ര റഹ്മത്തുള്ളവനാ, എത്ര കാരുണ്യമുള്ളവനാ, എത്ര അനുഗ്രഹം ചൊരിയുന്നവനാ, നിലയ്ക്കാതെ ചെയ്യുന്നവനാ. ഒരിക്കലും അവൻ അനുഗ്രഹം നിലയ്ക്കുന്നില്ല, നിൽക്കുന്നില്ല. ആ നിലക്ക് റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് നിങ്ങൾ കൂടുതൽ ദിക്റ് ചൊല്ലണേ. എഴുന്നേൽക്കുന്ന സമയത്തു തന്നെ ദിക്റ് ചൊല്ലി എഴുന്നേൽക്കണേ. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയാവണം എഴുന്നേൽക്കുന്നത്. അതൊന്നും ചൊല്ലാൻ കഴിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും ചൊല്ലി വേണം നീ കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ. എഴുന്നേറ്റു കഴിഞ്ഞാൽ ആദ്യമായി ബൈസിന്റെ അരികിൽ ചെന്ന് നിന്റെ മുഖമൊന്ന് കഴുകണേ, കൈകൾ കഴുകണേ, പല്ല് തേക്കണേ. എന്നിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പോഴും നീ ദിക്റ് ചൊല്ലണേ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലി തീർന്ന ശേഷമാവണം നീ ബാത്റൂമിലേക്ക് കടക്കേണ്ടത്. ആ ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് നല്ലപോലെ വൃത്തിയാക്കി പുറത്ത് കടക്കണം. പുറത്ത് കടക്കുമ്പോ ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹ് الذي يذهب عني الأذى وعافاني ദിക്റ് ചൊല്ലണേ. അതിനുശേഷം ഉളു എടുക്കണം. ഉളു എടുക്കുമ്പം ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാതെ ഉളു എടുത്താൽ നിന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തുമുള്ള അഴുക്കുകൾ നീങ്ങുകയില്ല. അതേ സമയത്ത് ബിസ്മി ചൊല്ലി ഒലുവെടുത്താൽ നിന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തുള്ള അഴുക്കുകളും നീങ്ങുന്നതാണ്. വെള്ളമെത്തിയ സ്ഥലങ്ങളിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തുള്ള അഴുക്കുകളും നീങ്ങുന്നതാണ്. അതിനുശേഷം നീ അൽഹംദുലില്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഒരു ഷഹാദത്ത് കലിമ ചൊല്ലണം. വലിയ പവറാ. അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന്, ഷഹാദത്തിന് നൽകുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല.
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരൊറ്റ ഷഹാദത്തിന് അതേ എല്ലാവർക്കും റേഷൻ അരി കൃത്യമായി കണക്കാക്കി കൊടുത്തപ്പോ ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്നിട്ട് പറഞ്ഞെനിക്കിത് പോരാ, കൂടുതൽ വേണം. നാനാ രാജ്യത്തുള്ള ആളുകളെയും പരിഗണിച്ച് റേഷൻ കൊടുത്തത് കൃത്യമായി കണക്കാക്കി കൊടുത്തത് കൊണ്ടാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് തന്നാലും മതിയാവുകയില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അന്ന് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ സാക്ഷിയാണ് മഹാനായ യൂസുഫ് നബി. വാരിക്കോരി കൊടുക്കുകയാ. ഒരൊറ്റ പ്രാവശ്യം സാക്ഷി നിന്നതിന് യൂസുഫ് നബി ഇത്രമാത്രം കൊടുത്തെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സാക്ഷി പറഞ്ഞാൽ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന് എത്രയാണ് നൽകുകയെന്ന് കണക്കാക്കാൻ കഴിയില്ല. ഈ ദിക്റുകളൊന്നും അവഗണിച്ചു.